T20 ക്രിക്കറ്റിൽ ചരിത്രത്തിൽ പരാജയത്തെ കേവലം അക്കങ്ങൾ മാത്രമാക്കിക്കൊണ്ട് പല വിസ്മയങ്ങളും ജനിച്ചിട്ടുണ്ട്. എന്നാൽ ലോകത്തിലെ ഏറ്റവും പ്രശസ്തവും സമ്മർദ്ദമേറിയതുമായ ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിന്റെ ക്വാളിഫയർ പോലുള്ള ഒരു നിർണായക പോരാട്ടത്തിൽ ഒരു 15 വയസ്സുകാരൻ പയ്യൻ വന്ന് ലോകോത്തര ബൗളർമാരെ നിലം തൊടാതെ പറത്തുക എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ക്രിക്കറ്റ് പണ്ഡിതന്മാർക്ക് പോലും അല്പം പ്രയാസമായിരിക്കും. രാജസ്ഥാൻ റോയൽസിന്റെ യുവ ഇടക്കയ്യൻ ബാറ്റർ വൈഭവ് സൂര്യവംശി എന്ന 15-കാരനാണ് ഇപ്പോൾ അത്തരം ഒരു അവിശ്വസനീയമായ ഇന്നിംഗ്സിലൂടെ ക്രിക്കറ്റ് ലോകത്തെ ആകെ ഞെട്ടിച്ചിരിക്കുന്നത്. വെറും 29 പന്തുകളിൽ നിന്നും 97 റൺസ് അടിച്ചുകൂട്ടിയ സൂര്യവംശിയുടെ ഈ മാരക ബാറ്റിംഗ് പ്രകടനം IPL ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച യുവ ഇന്നിംഗ്സുകളിൽ ഒന്നായി മാറിയിരിക്കുകയാണ്. ഈ അവിശ്വസനീയ പ്രകടനത്തിന് പിന്നാലെ ടീമിലെ സഹതാരവും ലോകോത്തര ഫാസ്റ്റ് ബൗളറുമായ ജോഫ്രെ ആർച്ചർ സൂര്യവംശിയെക്കുറിച്ചും സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ അപകടകാരികളായ ബാറ്റർമാരെ പൂട്ടിയ തന്ത്രങ്ങളെക്കുറിച്ചും നടത്തിയ പ്രതികരണങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. IPL പ്ലേ ഓഫ് മത്സരങ്ങൾ എപ്പോഴും ഉയർന്ന സമ്മർദ്ദമുള്ളവയാണ്. ഇവിടെ അനുഭവ സമ്പന്നരായ കളിക്കാർ പോലും പതറുന്ന കാഴ്ച നമ്മൾ കാണാറുണ്ട്. എന്നാൽ ഈ സമ്മർദ്ദങ്ങളെയെല്ലാം തട്ടിത്തെറിപ്പിച്ചുകൊണ്ടാണ് വൈഭവ് സൂര്യവംശി ക്രീസിലേക്ക് വന്നത്. നിർണായകമായ ക്വാളിഫയർ മത്സരത്തിൽ എതിരാളികളുടെ ബൗളിംഗ് നിരയെ പൂർണ്ണമായും തകർത്തെറിയുന്ന ബാറ്റിംഗ് ശൈലിയാണ് താരം പുറത്തെടുത്തത്. വെറും 29 പന്തുകളിൽ നിന്നാണ് താരം 97 റൺസ് അടിച്ചുകൂട്ടിയത്. സെഞ്ചുറിക്ക് വെറും 3 റൺസ് അകലെ വെച്ച് നിർഭാഗ്യവശാൽ വിക്കറ്റ് നഷ്ടമായെങ്കിലും ഒരു T20 മത്സരത്തിന് ആവശ്യമായ എല്ലാ വീര്യവും ആ ഇന്നിംഗ്സിൽ ഉണ്ടായിരുന്നു. എതിർചേരിയിൽ ആരാണ് പന്തെറിയുന്നതെന്ന് നോക്കാതെ പന്തിന്റെ മെറിറ്റ് മാത്രം നോക്കി അതിർത്തി കടത്താനുള്ള സൂര്യവംശിയുടെ ധൈര്യമാണ് ക്രിക്കറ്റ് ലോകത്തെ അത്ഭുതപ്പെടുത്തിയത്. ഈ പ്രകടനം കേവലം രാജസ്ഥാൻ റോയൽസിന് ഒരു മത്സരത്തിലെ മേധാവിത്വം മാത്രമല്ല നൽകിയത്, മറിച്ച് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവി സുരക്ഷിതമായ കൈകളിലാണെന്ന വലിയൊരു സന്ദേശം കൂടിയാണ് നൽകുന്നത്. മത്സരത്തിന് ശേഷം മാധ്യമപ്രവർത്തകർ രാജസ്ഥാൻ റോയൽസിന്റെ പേസ് ബൗളിംഗ് കുന്തമുനയായ ആർച്ചറോട് വൈഭവ് സൂര്യവംശിയുടെ ബാറ്റിങ്ങിനെ കുറിച്ചും അവനെ നെറ്റ്സിൽ നേരിടുന്നതിനെ കുറിച്ചും ചോദിച്ചപ്പോൾ വളരെ കൗതുകകരമായ മറുപടിയാണ് അദ്ദേഹം നൽകിയത്. ഡക്കോട്ടിലിരുന്ന് അവന്റെ ബാറ്റിംഗ് കാണുന്നത് വലിയൊരു ആവേശമായിരുന്നു എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു. ഒരു ജൂനിയർ താരം ഇത്തരത്തിൽ തകർത്തടിക്കുമ്പോൾ അത് ബൗളർമാർക്ക് നൽകുന്ന ആശ്വാസം ചെറുതല്ല. അവൻ എത്രത്തോളം കൂടുതൽ റൺസ് നേടുന്നുവോ അത്രത്തോളം വലിയ ടോട്ടൽ തങ്ങൾക്ക് ബൗളിംഗിൽ ഡിഫൻസ് ചെയ്യാൻ കിട്ടുമെന്നും സൂര്യവംശി ക്രീസിൽ തുടർന്ന് 150 റൺസ് അടിച്ചുകൂട്ടിയാലും ടീമിലെ ബാക്കി കളിക്കാർക്കും ബൗളർമാർക്കും അത് വലിയ ഗുണം ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നെറ്റ്സ് പരിശീലനത്തിനിടെ ഈ യുവ അത്ഭുത താരത്തിന് പന്തെറിയാറുണ്ടോ എന്നും അവന്റെ ബലഹീനതകൾ എവിടെയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ടോ എന്നുമുള്ള ചോദ്യത്തിന് ഒരു തന്ത്രശാലിയായ ബൗളറുടെ മറുപടിയാണ് അദ്ദേഹം നൽകിയത്. നെറ്റ്സിൽ ചിലപ്പോഴൊക്കെ താൻ അവനെതിരെ പന്തെറിയാറുണ്ട്, പക്ഷെ അവനെ വീഴ്ത്താൻ ഞാൻ എവിടെയാണ് പന്തെറിയാറുള്ളതെന്ന രഹസ്യം ഇപ്പോൾ ഞാൻ പരസ്യമായി പറയില്ല. അത് ഈ IPL സീസൺ ഒക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രം ഞാൻ വെളിപ്പെടുത്താം. ഒരു സഹതാരത്തിന്റെ ബലഹീനതകൾ ഇപ്പോൾ പുറത്തു പറഞ്ഞാൽ അത് മറ്റു ടീമുകളിലെ ബൗളർമാർ സൂര്യവംശിക്കെതിരെ ആയുധമാക്കുമെന്ന കൃത്യമായ ബോധ്യമുള്ളതുകൊണ്ടാണ് അദ്ദേഹം ആ രഹസ്യം സൂക്ഷിച്ചു വെച്ചത്. ഇത് ടീമിനുള്ളിലെ ഒത്തൊരുമയെയും പ്രൊഫഷണലിസത്തെയുമാണ് കാണിക്കുന്നത്. തന്റെ സ്വന്തം ബൗളിംഗ് പ്രകടനത്തെക്കുറിച്ചും പവർ പ്ലേ ഓവറുകളിലെ സമ്മർദ്ദത്തെക്കുറിച്ചും ആർച്ചർ വ്യക്തമായ കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കുകയുണ്ടായി. T20 ക്രിക്കറ്റിൽ ആദ്യത്തെ 6 ഓവറുകൾ എത്രത്തോളം നിർണായകമാണെന്ന് ആർച്ചറുടെ വാക്കുകളിൽ നിന്നും വ്യക്തമാണ്. ബൗളിംഗ് ഫിഗേഴ്സിനപ്പുറം താൻ ഇന്ന് നന്നായി പന്തെറിഞ്ഞുവെന്നാണ് കരുതുന്നതെന്ന് ആർച്ചർ പറഞ്ഞു. ടീമിലെ എല്ലാ ബൗളർമാരും ഒരേ മനസ്സോടെയാണ് പന്തെറിഞ്ഞത്. കൃത്യമായ ലെങ്ത്തുകളിൽ പന്തെറിയുക എന്ന തങ്ങളുടെ പ്ലാനിങ്ങിൽ ഉറച്ചു നിന്നു. അതിനുള്ള പ്രതിഫലം മത്സരത്തിൽ ലഭിക്കുകയും ചെയ്തു. സാധാരണയായി പവർ പ്ലേ ഓവറുകളിൽ കൂടുതൽ വിക്കറ്റുകൾ വീഴ്ത്തുന്ന ടീം തന്നെയാണ് മത്സരങ്ങൾ ജയിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ പവർ പ്ലേയിൽ പന്തെറിയുക എന്നത് വലിയ സമ്മർദ്ദമുള്ള കാര്യമാണ്. എങ്കിലും താൻ ആ സമ്മർദ്ദം സന്തോഷത്തോടെ ഏറ്റെടുക്കുകയും ടീമിനായി പരമാവധി മികച്ച രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ടെന്നും ആർച്ചർ വ്യക്തമാക്കി. ഈ IPL സീസണിൽ ഏറ്റവും ഭയപ്പെടുത്തുന്ന ബാറ്റിംഗ് നിരയുള്ള ടീമാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ്. ഏത് ബൗളിംഗ് നിരയും ആദ്യ ഓവറിൽ തന്നെ തല്ലി തകർക്കുന്ന ഡ്രാവിസ് ഹെഡ്, അഭിഷേക് ശർമ്മ, ഹെൻറിച്ച് ക്ലാസൻ തുടങ്ങിയ മാരക ബാറ്റർമാരാണ് അവരുടെ കരുത്ത്. അത്തരമൊരു ടീമിനെതിരെ പന്തെറിയുമ്പോൾ ബൗളർമാർ പുലർത്തേണ്ട മാനസിക അവസ്ഥയെക്കുറിച്ച് ആർച്ചർ തുറന്നു പറഞ്ഞു. സത്യസന്ധമായി പറഞ്ഞാൽ അത്തരം അപകടകാരികളായ ബാറ്റർമാർക്കെതിരെ പന്തെറിയുമ്പോൾ നമ്മൾ നമ്മുടെ നിയന്ത്രണം കൈവിടാതെ പിടിച്ചു നിൽക്കണം എന്ന് അദ്ദേഹം തുറന്നു പറയുന്നു. അവർ അത്രമേൽ റിസ്ക് എടുത്ത് തകർത്തടിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എറിയുന്ന നല്ല പന്തുകളും മോശം പന്തുകളും ഒരുപോലെ ബൗണ്ടറി കടന്നേക്കാം. ഒരു നല്ല പന്തിൽ സിക്സർ വഴങ്ങിയാൽ പോലും അവിടെ മാനസികമായി പതറാതെ പിടിച്ചു നിൽക്കുക എന്നതാണ് ഒരു ബൗളറുടെ വിജയം. ഹൈദരാബാദ് പോലുള്ള വമ്പൻ അടിക്കാരുടെ ടീമിനെതിരെ റൺസ് കൊടുക്കാതെ ഓവറുകൾ തീർക്കാൻ നോക്കിയാൽ അത് ഒരിക്കലും നടക്കില്ലെന്നും ആർച്ചർ ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ ഡിഫൻസീവായി പന്തെറിഞ്ഞാൽ അവർ നമ്മളെ കൂടുതൽ ആക്രമിക്കും. അതുകൊണ്ട് എപ്പോഴും വിക്കറ്റ് വീഴ്ത്തുന്നതിനെ കുറിച്ച് മാത്രമേ ചിന്തിക്കാവൂ.
വിക്കറ്റുകൾ വീണാൽ മാത്രമേ അവരുടെ റൺ വേഗത നിയന്ത്രിക്കാൻ കഴിയുകയുള്ളൂ എന്ന ആക്രമണപരമായ തന്ത്രമാണ് രാജസ്ഥാൻ ബൗളർമാർ മൈതാനത്ത് നടപ്പിലാക്കിയത്. IPL കിരീടത്തിലേക്ക് ഇനി അധികം ദൂരമില്ലെന്ന ശുഭപ്രതീക്ഷയിലാണ് രാജസ്ഥാൻ റോയൽസ് ക്യാമ്പ്. അതിന് പ്രധാന കാരണം ടീമിലെ ഓരോ കളിക്കാരനും കൃത്യമായ സമയത്ത് ഫോമിലേക്ക് ഉയരുന്നു എന്നതാണ്. ഒരു വശത്ത് വൈഭവ് സൂര്യവംശി പോലുള്ള യുവവിസ്മയങ്ങൾ തകർത്തടിക്കുമ്പോൾ മറുവശത്ത് ആർച്ചറെ പോലെയുള്ള പരിചയസമ്പന്നരായ ലോകോത്തര കളിക്കാർ ബൗളിംഗ് നിരയെ നയിക്കുന്നു. ഈ ഒരു കോമ്പിനേഷനാണ് രാജസ്ഥാന്റെ കരുത്ത്. വ്യക്തിഗത പ്രകടനങ്ങൾക്കപ്പുറം ടീമിന്റെ വിജയത്തിനായി ഓരോരുത്തരും തങ്ങളുടെ പങ്ക് കൃത്യമായി മനസ്സിലാക്കി കളിക്കുന്നു എന്നതാണ് രാജസ്ഥാൻ റോയൽസിനെ ഈ സീസണിൽ അപകടകാരികളാക്കുന്നതും. വൈഭവ് സൂര്യവംശിയുടെ 97 റൺസിന്റെ ഇന്നിംഗ്സ് വെറും ഒരു മാച്ച് വിന്നിംഗ് പ്രകടനം മാത്രമല്ല, അത് ക്രിക്കറ്റിന്റെ ഭാവിയെക്കുറിച്ചുള്ള വലിയൊരു സൂചനയാണ്. 15-ാം വയസ്സിൽ ഇത്രയും വലിയൊരു വേദിയെ ഭയമില്ലാതെ നേരിടാൻ കാണിച്ച ആത്മവിശ്വാസം വരും ദിവസങ്ങളിൽ അവനെ കൂടുതൽ ഉയരങ്ങളിലേക്ക് നയിക്കും. അതേസമയം ആർച്ചറെ പോലെയുള്ള മുതിർന്ന താരങ്ങൾ നൽകുന്ന പിന്തുണയും ഉപദേശങ്ങളും ഈ യുവതാരത്തിന്റെ വളർച്ചയ്ക്കേറെ സഹായകരമാകും. സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ വമ്പൻ അടിക്കാരെ കൃത്യമായ തന്ത്രങ്ങളിലൂടെ പൂട്ടിയ രാജസ്ഥാൻ റോയൽസ് ബൗളിംഗ് നിരയും ബാറ്റിംഗിലെ യുവവിസ്മയവും ഒത്തുചേരുമ്പോൾ രാജസ്ഥാൻ റോയൽസിന് കിരീടത്തിലേക്കുള്ള വഴി കൂടുതൽ എളുപ്പമാവുകയാണ്. വരും മത്സരങ്ങളിലും സൂര്യവംശിയുടെ ബാറ്റിംഗ് പ്രകടനങ്ങൾ കാണാനായി ക്രിക്കറ്റ് പ്രേമികൾ വലിയ ആവേശത്തോടെയാണ് കാത്തിരിക്കുന്നത്.